കൈരളിയുമായിട്ടൊരു ബന്ധം ബഹുമാനപ്പെട്ട മന്ത്രിക്കുണ്ട്. അതായത് കൈരളി തുടങ്ങിയ സമയത്ത് കുറച്ച് ആൾക്കാർക്ക് കൈരളിയോട് ഒരു വിയോജിപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു തീരുമാനമുണ്ടായി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്, മാത്തമ്മ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, കൈരളിയോട് സഹകരിക്കേണ്ടതില്ലെന്ന്. അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 2000-ലാണ്. അന്ന് ആ ഒരു തീരുമാനത്തെ ഞങ്ങൾ അരിഞ്ഞു വീഴ്ത്തിയത് ശ്രീ കെ മുരളീധരനിലൂടെയാണ്. അദ്ദേഹം ധൈര്യസമേതം കൈരളിയുടെ സ്റ്റുഡിയോയിൽ വന്നു, കൈരളിയുമായിട്ട് സംവദിച്ചു. അദ്ദേഹം നിരവധി വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ കൈരളിയോട് നടത്തി. ഇത് കണ്ടപ്പോൾ മറ്റ് കോൺഗ്രസ്സുകാർക്കും തോന്നി ഇത് നല്ല കാര്യമാണ്. എന്താ കാരണം, മറ്റ് ചാനലുകളെക്കാളും കൂടുതൽ കോൺഗ്രസ്സുകാരോട് നീതി പുലർത്തുന്ന ഒരു ചാനൽ കൈരളി അല്ലേ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇന്നും അദ്ദേഹത്തിന് ആ ഒരു ബോധ്യം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്, ഇല്ലേ? ചില വാർത്തയൊക്കെ ഇവർ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പോട്ടെ, അത് കുഴപ്പമില്ല. അതെ എന്നാലും പൊതുവെ അദ്ദേഹത്തെ ഞാൻ എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായിട്ട് അടുത്ത് നിന്ന് കാണുന്ന ഒരാളാണ്. ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും വർഷങ്ങളുടെ കണക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 38-39 വർഷമായി. അത് വെച്ചിട്ട് ഇനി ആരും എൻ്റെ പ്രായമൊന്നും കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രായം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മമ്മൂക്കയെ പോലെ തന്നെ. അതെ, മമ്മൂക്കയെ പോലെ തന്നെ. വളരെ സന്തോഷമുണ്ട് ഇത്തരമൊരു അവാർഡ് പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞ പോലെ ഈ ഒരു പരിപാടിക്ക് ദിശാബോധം പകരുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ഇതിനെ പൊലിപ്പിക്കുന്നത്, പരിപോഷിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു പുരസ്കാര നിറവ് കൂടി ഇതിൽ പ്രതിഫലിക്കുന്നതിൽ ദേശീയ പുരസ്കാരത്തിൻ്റെ നിറവിലാണ് മമ്മൂക്ക ഈ ഒരു പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹം പത്മഭൂഷണ് പാത്രമായ സമയത്ത് ശ്രീ ടി.ആർ. അജയൻ പറയുന്ന പോലെ എറണാകുളത്ത് മറ്റൊരു അവാർഡിലാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇനി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ മാസവും ഒരു അവാർഡ് പരിപാടി ഞങ്ങൾ നടത്താൻ പോകുന്നു. അങ്ങനെയാണെങ്കിലും മമ്മൂക്കയ്ക്കും അവാർഡ്, കൈരളിയുടെ ലേബലിലും മറ്റുള്ളവർക്കും കുറേ കൂടി അവാർഡ് കൊടുക്കാൻ ഈ കാര്യമാണെങ്കിൽ. അതെ, പക്ഷേ ഇനി മമ്മൂക്കയ്ക്ക് എന്ത് അവാർഡാണ് കിട്ടാനുള്ളത്? എന്താ കാരണം വെച്ചാൽ ഇന്ത്യയിലെ ഒരു മഹാനടന് കിട്ടാൻ കഴിയുന്ന എല്ലാ പുരസ്കാരങ്ങളും അദ്ദേഹം എത്തിപ്പിടിച്ചു കഴിഞ്ഞു. അദ്ദേഹം പത്മഭൂഷൺ അവാർഡ് പുരസ്കാരം വാങ്ങുന്ന സമയത്ത് രാഷ്ട്രപതി ഭവനിൽ അതിന് സാക്ഷ്യം വഹിക്കാനുള്ളൊരു ഭാഗ്യവും എനിക്കുണ്ടായി. എങ്ങനെയാണ് അവിടെ കൂടിയിരുന്ന ആൾക്കാർ അദ്ദേഹം ആ പുരസ്കാരം വാങ്ങിയപ്പോൾ പ്രതികരിച്ചത്? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പുരസ്കാര വേളയിൽ അവർ സന്തോഷിച്ചത്, അതൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഇപ്പോൾ രജീഷ വിജയനെ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൈരളിയുടെ പരിപാടികളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അവാർഡുകൾ രജീഷയ്ക്കും കിട്ടുമെന്നുള്ള ഒരു സൂചന തരാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക. ബോധ്യമായോ ഇപ്പം? ആ ബോധ്യമായി. അതെ. പക്ഷെ രജീഷ പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റ് പല അവാർഡുകളിലും പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവം. അതായത് ഈ അവാർഡുമായി താതാത്മ്യം പ്രാപിക്കുന്നവരുടെ ഒരു സാന്നിധ്യം. ഇനി വരാൻ പോകുന്ന അവാർഡ് ജേതാക്കൾ ആരാന്ന് എനിക്കറിയില്ല. അപ്പം ഡോക്ടർ ജയകുമാറിൻ്റെ ജീവിതരേഖയിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു ചെറിയ ഹ്രസ്വചിത്രം കണ്ടപ്പോൾ മനസ്സിൽ ഒരു നനുത്ത വികാരം തോന്നാത്ത ഒരാളും ഇവിടെ ഉണ്ടാവില്ല. അതിനുള്ള ക്രെഡിറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും കൂടി അവകാശപ്പെട്ടതാണ്. എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയൊരു കാര്യം, അദ്ദേഹം ശസ്ത്രക്രിയ ചെയ്തവരില്ലേ, അല്ലെങ്കിൽ അദ്ദേഹം കണ്ട ഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഹൃദയം ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ആ അച്ഛൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എവിടെയായിരുന്നുള്ളത് കാണാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു മകനാണ് ഡോക്ടർ ജയകുമാർ എന്നുള്ള കാര്യം നമ്മളിവിടെ അടയാളപ്പെടുത്തും. മറ്റൊരു കാര്യം എനിക്ക് ഹൃദ്യമായി തോന്നിയത് പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള ഒരിഷ്ടം. ആ ഇഷ്ടമൊക്കെ ഉള്ളവരാണ് നമ്മൾ. പക്ഷേ അദ്ദേഹത്തെ പോലെ ഇത്ര കൃത്യതയോടുകൂടി പച്ചമണ്ണിൽ ചവിട്ടി നിന്ന് ആ ഒരു ഗന്ധവും സൗരഭ്യവും സാംശീകരിച്ചുകൊണ്ട് അത് വൈദ്യശാസ്ത്രത്തിലേക്ക് ഒരു പ്രത്യേക തലത്തിൽ പകർന്നു നൽകാൻ കഴിയുന്നതൊരു ഭാഗ്യമായിട്ട്
ഞാൻ കാണുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ലോകത്തിൻ്റെ നെറുകയിലാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നു. പക്ഷേ ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മന്ത്രിക്ക് അദ്ദേഹം ചുമതലയേറ്റപാടെ ഒരുപാട് വിമർശനങ്ങൾ വന്നു. എന്താ കാരണം ഒരു ഹണിമൂൺ പീരീഡ് പോലും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല ഇവിടെ ആൾക്കാർ. പക്ഷേ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ആൾക്കാർക്ക് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിന്ന് വലിയ വലിയ പ്രതീക്ഷകൾ ആൾക്കാർക്കുണ്ട്. സ്വകാര്യ മേഖലയും പൊതുമേഖലയും കൂടി കൈകോർക്കുന്ന ഇഴകോർക്കുന്ന അല്ലെങ്കിൽ സഹകരണ മേഖലയും കൂടി ഭാഗവാക്കായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു ആരോഗ്യ മേഖലയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഞാൻ എൻ്റെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ കേരളം എത്ര കാതം മുമ്പിലാണ് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുകയും അതെന്നെ യഥാർത്ഥത്തിൽ സന്തോഷിപ്പിക്കുകയും ചെയ്തൊരു ഘടകമാണ്. പക്ഷെ ഇന്ന് ആതുര സേവനം എന്നുള്ള ഒരു സംജയുടെ അർത്ഥതലങ്ങൾ നമ്മൾ മറക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി പ്രസക്തമാവുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ആശുപത്രികളിൽ വരുന്ന ഒരു മാറ്റം, ഒരു സ്വകാര്യതയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിക്ക് അപ്പുറത്തേക്കുള്ള ഒരു ആശുപത്രിയിലേക്ക് പരിണമിക്കുമ്പോൾ രോഗിക്കുള്ള സ്ഥാനം എത്രയാണ് എന്ന് നമ്മൾ ഒരുപക്ഷെ പുനർനിർണ്ണയിക്കേണ്ടി വരും. എന്തായാലും ഇന്നത്തെ സാങ്കേതിക വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ, എഐയുടെ ഒരു കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം എങ്ങനെയാണ് പുരോഗമിക്കുക എന്നുള്ള കാര്യം നമുക്ക് യാതൊരു തിട്ടവുമില്ല. എങ്ങനെ പുരോഗമിച്ചാലും മനുഷ്യൻ്റെ ആ സ്പർശം, ആ സമ്പർക്കം, ആ സ്നേഹം, അതായിരിക്കും ഈ പ്രൊഫഷനെ വ്യതിരിക്തമായി നിലനിർത്തുന്നത്. ആ ഒരു സ്പർശത്തിനെ അടയാളപ്പെടുത്താനാണ്, ആ സ്നേഹവായ്പിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രംഗത്ത് പ്രഗത്ഭമായ രീതിയിൽ, പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതാനും ഡോക്ടർമാരെ ആദരിക്കാൻ വേണ്ടിയുള്ളൊരു അവാർഡ് ഏർപ്പെടുത്തിയത്. ആ അവാർഡ് നിർണയത്തിൻ്റെ ജൂറിയെ ഞാൻ അനുമോദിക്കുന്നു. ഡോക്ടർ ജയശ്രീ സമർപ്പിതമായ ജീവിതം ആരോഗ്യ ആതുര രംഗത്ത് നൽകിയവരാണ് ഡോക്ടർ ഇക്ബാലും ഡോക്ടർ ജയശ്രീയും. അവരുടെ കരവലയത്തിൽ ഈ അവാർഡിന് കുറേയും കൂടി മികവ് ഉണ്ടാകുന്നു എന്ന് കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.